ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മീൻ കൊണ്ട് ചെയ്യാവുന്ന ഒരു വെറൈറ്റി വിഭവമാണ് കേട്ടോ. സാധാരണ നമ്മൾ മീൻ കിട്ടിക്കഴിഞ്ഞാൽ കറി വെക്കുക അല്ലെങ്കിൽ പൊരിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം വത്തളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു മീനിന് വത്തൾ എന്നാണ് പറയുക, നെത്തോലി എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ മീനിന് പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 10-12 അല്ലി വെളുത്തുള്ളി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 10 വലിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വലിയ ജീരകം, പെരുംജീരകം ചേർത്ത് കൊടുക്കാം. 3 തണ്ട് കറിവേപ്പില, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. ഞാനിവിടെ ഇതിലേക്ക് പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. മുളക് പൊടി, കുരുമുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാളൻപുളി കുതിർത്തിട്ട് അതിൻ്റെ നീരാണ് കേട്ടോ. ഇതിന് പകരം വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ തക്കാളി നീരൊക്കെ ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഞാനിപ്പോൾ ഇത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വത്തളാണ് എടുത്തിട്ടുള്ളതെങ്കിലും ഏത് ചെറിയ മീനും നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. മത്തിയോ അയലയോ അങ്ങനെ ചെറിയ മീനുകൾക്കാണ് ഇത് നല്ലത് ഇങ്ങനെ ചെയ്യുന്നത്. ദശക്കട്ടിയുള്ള മീനേക്കാളും നല്ലത് ചെറിയ മീനുകൾ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാനിവിടെ ഇത് മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെക്കാം. ഫ്രീസറിലാണെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മസാല പിടിച്ചു കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. പുറത്താണെങ്കിൽ 1 മണിക്കൂറോളം നമുക്കിത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മീൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം, ഒന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും മീൻ വെച്ചിട്ട് 5 പൊതിയാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേശ്ശെ മാത്രം വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. ഒന്നിച്ചെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ആവി കയറ്റി എടുക്കണ്ട. ഇനിയൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം ആവി കയറ്റി എടുക്കുമ്പോഴേക്കും നമുക്കിത് നല്ല പോലെ വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് സമയം ആവി കയറ്റി എടുക്കരുത് കേട്ടോ, കാരണം ഇത് നല്ല പോലെ വെന്തുടഞ്ഞ് അതിൻ്റെ മുള്ളും ഇതൊക്കെ സെപ്പറേറ്റ് ആവും. ഒരു 10 മിനിറ്റൊക്കെ മതിയാകും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഐറ്റം. ആവിയായിട്ട് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമ്മളിതിലേക്ക് പച്ചമസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇത് കാണുമ്പോൾ വെളുത്ത കളറിലുള്ളത് നമ്മളിതിലേക്ക് പൊടികളൊന്നും ചേർത്തിട്ടില്ലല്ലോ. കുരുമുളക് പൊടി ആണെങ്കിലും മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്, ഹെൽത്തിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്